ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മുതിരക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ മുതിര എന്ന് പറയുന്നത് വളരെ ഗുണമുള്ളൊരു സാധനമാണ്. ഇതിനകത്ത് ഒരു 25% പ്രോട്ടീനും അതുപോലെ തന്നെ 60% കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം വിറ്റാമിൻ സിയും ഉണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് മുതിര. ഇത് ഷുഗർ ഉള്ളവർക്കും നല്ല വണ്ണം കൂടുതലുള്ളവർക്കുമൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഇത് മാസത്തിലൊരിക്കൽ വെച്ച് ഈ മുതിരക്കഞ്ഞി നമ്മൾ വെച്ച് കഴിക്കുന്നത് നമുക്ക് നടുവേദന അതുപോലുള്ള ശരീരത്തിൻ്റെ വേദനയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ന്യൂട്രിയൻറ്റ് റിച്ച് ഫുഡാണിത്. അതുകൊണ്ടല്ല എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. മുതിരക്കഞ്ഞി വെക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്. അര കപ്പ്, ഈ ഒരു കപ്പിന് അരക്കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ടില്ല, നമ്മളൊന്ന് വറുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നമ്മുടെ ഉണക്കലരി, പായസമൊക്കെ വെക്കുന്ന അരിയാണ് എടുക്കുന്നത്. സാദാ പച്ചരി എടുത്താലും മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്, നമ്മൾ പായസമൊക്കെ വെക്കുന്ന ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ, ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യ് വേണം, 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ തേങ്ങാപ്പാലും വേണം. തേങ്ങാപ്പാൽ ഞാൻ ഉപയോഗിക്കുമ്പോൾ ചെയ്തു വരുമ്പോൾ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുതിര ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വറുക്കണം. അത് ഇത് മൂത്ത് വരുമ്പോൾ പൊട്ടി വരും. ആ സമയം വരെ നമ്മളിത് വറുത്തെടുക്കണം. ഇപ്പോൾ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനിത് മുതിര കഴുകാതാണ് വറുക്കാനെടുത്തത്. ഇത് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ട് നമുക്ക് വറുത്തെടുത്താലും മതിയാകും. ഇത് നന്നായിട്ടൊരു ചുമപ്പ് പരുവാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സെക്കൻഡ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ മുതിര ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചെറുപയറൊക്കെ ഇങ്ങനെയൊന്ന് വറുത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല ഒരു ടേസ്റ്റാണ്. നമ്മൾ ചെറുപയർ വറുക്കാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല.
ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ചെറുപയർ വറുത്ത് ചെയ്യുന്നത്. ചെറുപയർ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചരി ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ തന്നെ കുരുമുളക്, ജീരകം, ഉലുവ ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ ചെറുപയർ ഒന്ന് മൂപ്പിച്ചത് അതും കഴുകിയെടുക്കണം. ഈ എടുത്തു വെച്ചിരിക്കുന്ന മുതിര ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെക്കണം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴുകിയെടുക്കുക. ഇത് നമുക്കിപ്പോൾ കഴുകിയെടുക്കാം. ഈ പച്ചരിയും ഉലുവായും കുരുമുളകും കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. എടുത്തു വെച്ചിരുന്ന പച്ചരി, കുരുമുളക്, അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് വറുത്തതായിരുന്നു. അത് തണുത്ത് വന്നപ്പോൾ അത് ഉലുവ ഇതെല്ലാം കൂടെ കഴുകി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുതിര അത് നന്നായിട്ട് കഴുകി അരിച്ച് ഇവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ തണുത്തതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മുതിര ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. മുതിരയെല്ലാം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട്. ഈ മുതിര കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വറുത്താലും മതി. ഞാനിവിടെ തിരിച്ചാണ് എടുത്തിരിക്കുന്നത്. വറുത്ത് തണുത്തതിന് ശേഷമാണ് കഴുകി എടുത്തിട്ട് കഷ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്തിട്ട് കഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കൊന്ന് കഷ് ചെയ്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ആ മുതിര മുഴുവൻ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിഞ്ഞു വരേണ്ട, ചെറുതായിട്ടൊന്ന് വന്നാൽ മതി. തരിയോട് കൂടി ഒന്ന് കഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്കൊരു കുക്കർ പാൻ ഓണാക്കി ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന അരി, ഉലുവ, കുരുമുളക്, ചെറുപയർ പരിപ്പ് ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു അരി എടുത്ത ഗ്ലാസ്സിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് വേണം അടച്ചു വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കുക്കർ അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 5 വിസിലടിച്ച് അത് വെന്ത് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്റ്റീമൊക്കെ പോയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ 3 കപ്പ് വെള്ളം കറക്റ്റ് വെള്ളമായിരുന്നു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉലുവായും അരിയും മുതിരയും പച്ചരിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കട്ടിക്കാണ് പാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഒറ്റപ്പാലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലൂസിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് വേണം തേങ്ങാപ്പാൽ എടുക്കാൻ. ഇതിന് കഞ്ഞിയുടെ എന്തുമാത്രം ലൂസ് വേണോ അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് വേണം തേങ്ങാപ്പാൽ എടുക്കാൻ. ഇപ്പോൾ കറക്റ്റ് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഫ്ലെയിം ഓണാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഈ കഞ്ഞിയൊന്ന് ചൂടായി വരട്ടെ. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ടാണ് നമ്മൾ ഒത്തിരി തിളപ്പിക്കാതിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാല് മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. 2, 3 അങ്ങനെ തരംതിരിച്ചിട്ടില്ല. ഒറ്റപ്പാലായിട്ട് എണ്ണ എടുത്ത് ഒഴിച്ചിരിക്കുന്നത്. ഒന്ന് ചൂടായി വരട്ടെ.
അത് ചൂടായി വരുന്ന നേരം തൊട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വേണ്ട, 4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. 3 ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നെയ്യായിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. 4 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 4 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുരുമുളകും ജീരകവും എല്ലാം കൂടെ വെന്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക്. ഈ സമയത്തേക്ക് നമ്മൾ ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് മതിയോ നോക്കണം. ഉപ്പ് പോരെങ്കിൽ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയും കൂടെ വേണം. സ്വല്പം ഉപ്പ് പോരാഴികേണ്ട, സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഞ്ഞി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കഞ്ഞി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെന്തിരിക്കുന്ന കഞ്ഞി ഇതിലേക്ക് ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുതിരക്കഞ്ഞി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്.